ശ്രീ മാടൂർ സോമൻ നമ്മളോടൊപ്പം ഈ സഭയിൽ പ്രവർത്തിച്ച ഒരു നല്ല വ്യക്തിത്വം, വളരെ ലാളിത്യമുള്ള, ഈ പറഞ്ഞതുപോലെ തൊഴിലാളികൾക്ക് വേണ്ടി ജീവിതം മാടൂരിൽ ജനിച്ചെങ്കിലും കിഴക്കൻ മലയോര മേഖലകളിൽ കടന്നു ചെന്ന് തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനും അവരുടെ കണ്ണീരൊപ്പുന്നതിനും അവർക്ക് വേണ്ടി പോരാടുന്നതിനും അശ്രാന്തം പരിശ്രമിച്ചൊരു വ്യക്തിത്വമാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി തോട്ടം മേഖലയിൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ തൊഴിലാളികളൊപ്പം നിന്ന് അവരുടെ കണ്ണീരൊപ്പാൻ ഒരുപാട് പ്രതിസന്ധികൾ തോട്ടം മേഖലയിലുണ്ട്. തൊഴിലാളികളെ സംബന്ധിച്ച് തോട്ടങ്ങൾ അടച്ചുപൂട്ടുക, പട്ടിണിയായി മാറുന്ന തൊഴിലാളികളോടൊപ്പം നിന്ന് അവരുടെ നന്മയ്ക്കായി അവസാന നിമിഷം വരെ പ്രവർത്തിക്കുകയും ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്ന കർമ്മനിരതനായി നിൽക്കുമ്പോഴാണ്. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി വിളിച്ചു ചേർത്തൊരു ഔദ്യോഗിക ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുമ്പോൾ ആ ചടങ്ങിനോടനുബന്ധിച്ചാണ് അദ്ദേഹം തൻ്റെ അന്ത്യനിമിഷങ്ങൾ നേരിടേണ്ടി വന്നത്. അതും ആ വ്യക്തിയുടെ ഒരു ഭാഗ്യമായി. കാരണം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ തൻ്റെ കർമ്മരംഗത്ത് നിറഞ്ഞു നിന്നുകൊണ്ട് അവിടെ വെച്ച് നമ്മളെ വിട്ടുപിരിയുക എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചൊരു ഭാഗ്യമാണ്, നമ്മളെ സംബന്ധിച്ചൊരു ദുഃഖവുമാണ്. ഈ സഭയിൽ വരുമ്പോഴെല്ലാം അനാരോഗ്യം പരിഗണിക്കാതെ അദ്ദേഹം വളരെ മനോഹരമായ വിഷയങ്ങൾ, വളരെ മനോഹരമായി തന്നെ രാഷ്ട്രീയ വിഷയങ്ങൾ ഈ സഭയിൽ അവതരിപ്പിക്കുന്നതിൽ കാണിച്ചിട്ടുള്ള മികവ് അത് നമ്മളെല്ലാവരും ഓർക്കും. സഭയിൽ നിന്ന് കൂടെയുള്ള ഒരാൾക്കും തന്നെ, അദ്ദേഹത്തെ പരിചയപ്പെട്ട ഒരാൾക്കും തന്നെ വിസ്മരിക്കാൻ കഴിയാത്ത സ്നേഹത്തിൻ്റെ, ലാളിത്യത്തിൻ്റെ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അനുശോചനം അറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു.